ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന 10 കാര്യങ്ങളും നമ്മൾ ഓരോ മുസ്ലിമും ഓർക്കേണ്ട കാര്യങ്ങളാണ്. ഹേയ്, അസ്സലാമു അലൈക്കും. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിജയം വേണം, പണം വേണം, മറ്റുള്ളവരുടെ അംഗീകാരം വേണം, എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഇടയിൽ നമ്മൾ പലപ്പോഴും മറക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഇവിടെ എന്തിനാണ് വന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു നമ്മളെ പൂർണ്ണമായി അറിയുന്നു എന്നുള്ളത്. ഈ ലോകത്ത് ഒരാൾക്കും അറിയാത്ത ചില കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ടാവും. നമ്മളുടെ മനസ്സിലുള്ള ചിന്തകൾ, നമ്മൾ ആരോടും പറയാത്ത വിഷമങ്ങൾ, നമ്മൾ ഒറ്റയ്ക്ക് നേരിടുന്ന കാര്യങ്ങൾ, എല്ലാവരും നമ്മളുടെ പുറംഭാഗം മാത്രമാണ് കാണുന്നത്. പക്ഷേ അള്ളാഹു നമ്മളുടെ ഹൃദയത്തെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നമ്മളെ അറിയാമെങ്കിൽ പിന്നെ അത് മതിയില്ല നമുക്ക്. രണ്ടാമതായി നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യമാണ്, അതായത് ഈ ഒരു ജീവിതം നമ്മളുടെ സ്ഥിരമായ താമസ സ്ഥലമല്ല, നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനല്ല. അവസാനം നമ്മൾ എത്തിത്തീരുന്നത് ഈ ഒരു ജീവിതത്തിലല്ല, അത് പരലോകത്തിലാണ്. നമ്മൾ പലപ്പോഴും ഈ ഒരു ദുനിയാവാണ് എല്ലാം എന്ന് കരുതിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് കൂടുതൽ പണം വേണം, കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ പ്രശസ്തി. പക്ഷേ ഈ ഒരു ജീവിതം താൽക്കാലികമാണ്. അള്ളാഹു നമ്മളോട് ഖുർആനിൽ പറയുന്നുണ്ട്, ഈ ഒരു ലോകത്തേക്കാൾ നമ്മൾക്ക് ഉത്തമം പരലോകമാണ്. പരലോകമാണ് ഏറ്റവും നല്ലതും നിലനിൽക്കുന്നതും എന്ന് കരുതി ഈ ഒരു ലോകത്ത് നമ്മളൊന്നും നേടണ്ട എന്നല്ല. ഈ ലോകത്തും നമ്മൾ പരിശ്രമിക്കണം. പക്ഷേ അങ്ങനെ നമ്മൾ ആ ഒരു ശ്രമത്തിനിടയിൽ നമ്മളുടെ ആഖിറത്തെ നമ്മൾ മറന്നു പോവാതിരിക്കുക. മൂന്നാമത്തെ കാര്യമാണ് നമ്മളുടെ നമസ്കാരം എന്ന് പറയുന്നത്. അതൊരു ഭാരമല്ല, അത് അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും നിസ്കരിക്കണം, അതൊരു ഉത്തരവാദിത്തമാണ്, നമുക്ക് ചെയ്യാനുള്ള ഒരു കടമ പോലെയാണ് നമ്മൾ നിസ്കാരത്തെ കാണുന്നത്. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള ഒരവസരമാണത്. നമ്മളുടെ ഹൃദയം ശാന്തമാകുന്ന ഒരു സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു ദാസൻ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയം അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അള്ളാഹുവിനെ നമ്മളെ അറിയാം. നമ്മളുടെ ഏതൊരു സിറ്റുവേഷനും ഏതൊരു അവസ്ഥയും അവന് മാറ്റാൻ കഴിവുള്ളവനാണ്. ഒരു ക്ലോസ് ഫ്രണ്ടായി നമ്മൾ അള്ളാഹുവിനെ കണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അവനോടും പറയാം. നാലാമത്തെ കാര്യമാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കാൻ പഠിക്കുക എന്നുള്ളത്. നമ്മൾ നമ്മളുടെ മനസ്സിലേക്ക് എന്താണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തെയും സ്വാധീനിക്കും. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, എന്താണ് നമ്മൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഓരോ ദിവസവും കയറ്റുന്നത്? കാരണം എന്താണോ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കയറ്റുന്നത്, അതാണ് പതിയെ പതിയെ നമ്മളുമായി തീരുക. അഞ്ചാമത്തെ കാര്യമാണ് നമ്മൾ ഓർക്കണം, ചെറിയ ചെറിയ കാര്യങ്ങളും മാറ്റർ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്താലേ നമ്മൾ നല്ലൊരു മുസ്ലിം ആവുള്ളൂ എന്ന്, വലിയ കാര്യം ചെയ്താലേ എനിക്ക് മാറ്റം ഉണ്ടാകൂ എന്നുള്ളത്. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് സ്ഥിരമായി ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ്. നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തികൾ കുറവായാലും അത് സ്ഥിരമായി ചെയ്യുന്നവയാണ്. അഞ്ചാമത്തെ കാര്യമാണ് നമ്മളുടെ ഖുർആൻ വായിക്കാൻ മാത്രമുള്ളതല്ല, അത് ജീവിക്കാനുള്ള ഒരു മാർഗമാണ്. ഖുർആൻ ഒരു പുസ്തകം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിലുള്ള വഴികാട്ടിയാണ്. നമ്മുടെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും ഹൃദയത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട്. നമ്മൾ വെറുതെ ഖുർആൻ വായിച്ചു പോകാതെ അതിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മളോട് എന്താണ് പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. ബാക്കിയുള്ള 5 കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓൾസോ നിങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.